മൊഡ്യൂൾ 2 ഓഫ് തെർമോഡൈനാമിക്സിനകത്ത് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേന് എനർജി, വർക്ക്, ടൈപ്സ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേന് ജൂൾ എക്സ്പെരിമെൻറ്റ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇതാണ്. തേർഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേന് ഫസ്റ്റ് ലോ ടു സ്റ്റഡി ഫ്ലോ പ്രോസസ്സ്. ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേന് ട്രാൻസിയൻറ്റ് ഫോം. അങ്ങനെ 4 ചാപ്റ്ററാണ് നമുക്ക് മൊഡ്യൂൾ 2-നകത്തുള്ളത്. മൊഡ്യൂൾ 1 പോലല്ല, കുറച്ച് ഡെപ്തിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള എനർജി, വർക്ക് ആൻഡ് ടൈപ്സ് ഓഫ് വർക്ക് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പം മെയിൻ ഹെഡിങ് ചെയ്തിരിക്കുക എനർജി, വർക്ക് ആൻഡ് ടൈപ്സ് ഓഫ് വർക്ക്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ പോകുന്നത്, വർക്ക് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. വർക്ക് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. എന്താണ് വർക്ക് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? വാട്ട് ഈസ് വർക്ക് ട്രാൻസ്ഫർ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ? വർക്കും ഹീറ്റും എന്താണ്? എന്താണ് വർക്ക് ഹീറ്റും? എനർജി ട്രാൻസ്ഫർ. എനർജിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് അല്ലേ. എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഐദർ ആസ് വർക്ക് ഓർ ആസ് ഹീറ്റ് ആണോ. ഒരു ക്ലോസ്ഡ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്രോസ് ആയിട്ട് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് 2 രീതിയിലാവാം. ഐദർ ഇറ്റ് ഈസ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് 2 രീതിയിലാവാം. ഐദർ ഇറ്റ് ഈസ് വർക്ക് ട്രാൻസ്ഫർ ഓർ ഇറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ. മനസ്സിലായില്ലേ? വർക്ക് ട്രാൻസ്ഫർ ആയിട്ടും എനർജി ട്രാൻസ്ഫർ നടക്കാം, അതല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ടും എനർജി ട്രാൻസ്ഫർ നടക്കാം. ആണോ യെസ് ഓർ നോ? അപ്പോൾ ഒരു സിസ്റ്റം എടുത്താൽ, ക്ലോസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് എനർജി ട്രാൻസ്ഫർ ആണ് നോർമലി നമ്മൾ തെർമോഡൈനാമിക്സിൽ കൺസിഡർ ചെയ്യുന്നത്. വാട്ട് ആർ ദേ? എന്തൊക്കെയാണ് 2 ടൈപ്സ് ഓഫ് എനർജി ട്രാൻസ്ഫർ? First one is work transfer, second one is heat transfer. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വർക്ക് ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. വർക്ക് ട്രാൻസ്ഫർ എൻ്റെ കൂടെ എഴുതി പൊക്കോണേ ദയവ് ചെയ്ത്. നമ്മൾ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേന് മെക്കാനിക്സിനകത്തുള്ള വർക്ക് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചു. വർക്ക് മെക്കാനിക്സിനകത്ത് വർക്ക് എന്താണ്? മെക്കാനിക്സിനകത്ത് വർക്ക് എന്താണ്? മെക്കാനിക്സ് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ തെർമോഡൈനാമിക്സ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്സിനകത്ത് വർക്കല്ല, പിന്നെ എന്തുവാ? തെർമോഡൈനാമിക്സിലെ വർക്കാണ്. തെർമോഡൈനാമിക്സിനകത്ത് വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നത് ഒരു സിസ്റ്റവും അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ്ങും തമ്മിലാണ് വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നത്. ആണോ? വർക്ക് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു സിസ്റ്റവും അതിൻ്റെ സറൗണ്ടിങ്ങും തമ്മിലാണ് വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ തെർമോഡൈനാമിക്സിനകത്ത് വർക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? വർക്ക് എന്ന് പറയുന്നത് ഒരു വെയ്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് നെറ്റ് എഫക്റ്റ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വർക്ക് നടന്നെന്ന് നമുക്ക് പറയാൻ പറ്റും.
മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ഇൻ തെർമോഡൈനാമിക്സ് എഴുതിക്കോ. ഇൻ തെർമോഡൈനാമിക്സ് work is said to be done by a system if the sole effect on things external to the system can be reduced to raising of a weight. ഞാൻ എഴുതിയേക്കുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എഴുതിയേക്കുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ തെർമോഡൈനാമിക്സിനകത്ത് ഒരു സിസ്റ്റം വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ സിസ്റ്റത്തിൻ്റെ സറൗണ്ടിങ്ങിലുള്ള എഫക്റ്റിനെ നമുക്ക് ഒരു വെയിറ്റ് പൊക്കുന്നതായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് സിസ്റ്റം ഒരു തെർമോഡൈനാമിക് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു തെർമോഡൈനാമിക്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ വെയിറ്റ് പൊക്കണമെന്നില്ല. പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു തെർമോഡൈനാമിക് വർക്ക് ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പുറത്ത് സറൗണ്ടിങ്ങിലുള്ള എഫക്റ്റ്, ആ എഫക്റ്റിനെ നമുക്കൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, അവിടെ ഒരു തെർമോഡൈനാമിക് വർക്ക് നടന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് വെയിറ്റ് മേ നോട്ട് ബി ആക്ച്വലി റേസ്ഡ്, ദ വെയിറ്റ് മേ നോട്ട് ബി ആക്ച്വലി റേസ്ഡ്. ആക്ച്വലി ആ വെയിറ്റ് പൊക്കുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷേ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് ഇക്വലൻ്റായിട്ട് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെർമോഡൈനാമിക് വർക്ക് നടന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവത്തില്ല, പക്ഷേ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് പറയുമ്പോൾ മനസ്സിലാകും. ഒരു തവണ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എനിക്കിത് മനസ്സിലായില്ല, എനിക്കിത് മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഒരു കാര്യം തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എക്സാമ്പിളിലൂടെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ട് മനസ്സിലായില്ലെങ്കിലും നിങ്ങളത് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് അടുത്ത സെക്ഷനോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഒരു തെർമോഡൈനാമിക് വർക്ക് നടന്നു എന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ എനിക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം? റേസിംഗ് ഓഫ് എ വെയിറ്റ്. അപ്പോൾ നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. അതുകൊണ്ട് ഒരു ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ബാറ്ററി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണ് ഇത്, ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാണ് ഇത്. ഇവ തമ്മിൽ ഞാൻ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ബാറ്ററി ഞാനൊരു മോട്ടറിലോട്ട് കൊടുക്കുന്നു. ഈ മോട്ടർ വഴി ഞാൻ എന്ത് കൊടുക്കുന്നു, ഒരു ഫാൻ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതാണ് എൻ്റെ സിസ്റ്റം. ഞാൻ ഈ ബൗണ്ടറി വരച്ചേക്കുന്നതാണ് എൻ്റെ സിസ്റ്റം. എന്താണ് ബൗണ്ടറി? ഇതെന്താണ് സിസ്റ്റം ബൗണ്ടറി ആണോ? അപ്പോൾ ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാം എന്താണ് സിസ്റ്റം. ഇതിന് വെളിയിലുള്ള എന്താണ് സിസ്റ്റത്തിന് സറൗണ്ടിങ്. അപ്പോൾ ഈ ഒരു സംഭവം വർക്കാകുമ്പോഴത്തേന് എന്തുവാ ഇവിടെ എഫക്റ്റ് ഉണ്ടാവുന്നത്? ഈ ഫാൻ കറങ്ങുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? അവിടെ ഒരു എയർ മൂവ്മെന്റ് ഉണ്ടാവും അല്ലേ? നമുക്കൊരു എയർ മൂവ് ചെയ്യത്തില്ലേ അല്ലേ? ഇപ്പം നമുക്ക് എയർ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ തെർമോഡൈനാമിക് വർക്ക് നടന്നോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ?
അപ്പോൾ ഞാൻ എന്തെടുക്കാൻ പോകും, എനിക്ക് തെർമോഡൈനാമിക് വർക്ക് നടന്നെന്നുണ്ടെങ്കിൽ ഈ എയറിൻ്റെ മൂവ്മെൻറ്റിനെ എനിക്ക് ഒരു വെയിറ്റിൻ്റെ ലിഫ്റ്റായിട്ട്, ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ എനിക്കിത് തെർമോഡൈനാമിക് വർക്ക് നടന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കാൻ പറയും, ഞാനൊരു കോൺസെപ്ഷനായിട്ട് ഞാൻ പറയുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫാൻ അങ്ങ് മാറ്റുവാണ്. ഈ ഫാൻ അങ്ങ് മാറ്റുന്നു. ഈ ഫാൻ മാറ്റിയിട്ട് ഞാൻ എന്ത് വെക്കാൻ പോകും, അവിടെ ഒരു പുള്ളി വെക്കാൻ പോവാം. എന്താണ് വെക്കാൻ പോകുന്നത്, അവിടെ ഒരു പുള്ളി വെക്കാൻ പോവാം. പുള്ളി വെച്ചിട്ട് പുള്ളിയിൽ നിന്ന് ഞാനൊരു റോപ്പ് കണക്ട് ചെയ്തിട്ട് ഞാനൊരു വെയിറ്റ് ഇവിടെ കെട്ടി തൂക്കാൻ പോവാം. ഒരു പുള്ളി വെച്ചു, ആ പുള്ളിയെ ഞാൻ റോപ്പ് കൊടുത്തിട്ട് ഇവിടെ ഒരു വെയിറ്റ് കെട്ടി തൂക്കാൻ പോവാം. ഈ വെയിറ്റ് കെട്ടി തൂക്കുമ്പം എന്ത് സംഭവിക്കും, ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പം ആക്ച്വലി ഇവിടെ എന്ത് സംഭവിക്കും, വെയിറ്റ് എന്ത് സംഭവിക്കും, മോട്ടർ റൊട്ടേറ്റ് ചെയ്യും, പുള്ളി റൊട്ടേറ്റ് ചെയ്യും, വെയിറ്റ് ലിഫ്റ്റ് ആകും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചേ, ഇവിടെ ഒരു വർക്ക് നടന്നിട്ടുണ്ട്, അത് എയർ മൂവ്മെൻ്റ് ആണ്. ആ എയർ മൂവ്മെൻറ്റിനെ നമുക്ക് എന്തായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലിഫ്റ്റിംഗ് ഓഫ് എ വെയിറ്റ്. അതായത് ഒരു സിസ്റ്റം തെർമോഡൈനാമിക് വർക്ക് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ വെളിയിലുള്ള എഫക്റ്റ്, അതായത് ആ സിസ്റ്റത്തിൻ്റെ സറൗണ്ടിങ്സിലുള്ള എഫക്റ്റിനെ എനിക്കൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ആ ഒരു സിസ്റ്റം ഒരു വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെടുക്കണം, അവിടെ എന്താണോ അവിടെ ചെയ്യുന്ന വർക്ക് ആ സാധനത്തിൽ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു പുള്ളിയും കൊണ്ടുവെക്കുക, പുള്ളിയിൽ ഒരു വെയിറ്റും കൊണ്ടുവെക്കുക. എന്നിട്ട് നോക്കുക മോട്ടർ അവിടെ എന്താണോ ആ ഒരു എഫക്റ്റ് നടക്കുമ്പോൾ തന്നെ ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കുക. ആ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഉണ്ടായ വർക്ക് നമുക്ക് എന്തായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലിഫ്റ്റിംഗ് ഓഫ് എ വെയിറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് the sole effect of external to the system can be reduced to the raising of a weight അല്ലേ. The sole effect external to system can be reduced to raising of weight. മനസ്സിലായോ? അതായത് ആ സിസ്റ്റത്തിൻ്റെ സറൗണ്ടിങ്ങിനുള്ള ടോട്ടൽ എഫക്റ്റ്, ഫാൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എയർ മൂവ്മെൻ്റ് ആണ്. ദാറ്റ് എയർ മൂവ്മെൻറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഓർ റെഡ്യൂസ് ടു ദ റേസിങ് ഓഫ് എ വെയിറ്റ്. മനസ്സിലായില്ലേ? ആ ഒരു എയർ മൂവ്മെൻറ്റ് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം, സിസ്റ്റം ഒരു തെർമോഡൈനാമിക് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു സിസ്റ്റം ഒരു തെർമോഡൈനാമിക് വർക്ക് നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മുടെ വേണ്ടത്, ഒരു സിസ്റ്റം ഒരു തെർമോഡൈനാമിക് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വേണ്ടത്? അംജിത്ത്, എന്താണ് വേണ്ടത്? നമുക്ക് എന്ത് പറയാൻ പറ്റണം? അംജിത്ത്, എന്തുവാ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനിപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനിപ്പോൾ എന്താണ് പറഞ്ഞു നിർത്തിയത് അത്രയാണ്. ഇനി വർക്ക് ട്രാൻസ്ഫർ, വർക്ക് ഡൺ ബൈ എ സിസ്റ്റം ആണെന്നിരിക്കട്ടെ. ഒരു സിസ്റ്റം വർക്ക് അതിൻ്റെ സറൗണ്ടിങ്ങിലോട്ട് ചെയ്യുവാന്നിരിക്കട്ടെ. അതായത് വർക്ക് ഈസ് ഡൺ ബൈ എ സിസ്റ്റം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. ഓക്കെ, വർക്ക് ഡൺ ബൈ എ സിസ്റ്റം പോസിറ്റീവാണ്. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുവാണ്, നിങ്ങൾ ഒരു സാധനം ലിഫ്റ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുന്നത്, അല്ല നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഓടുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റമാണ് അല്ലേ. ഐ സി എൻജിൻ എന്തുവാ ചെയ്യുന്നത്?
പവർ ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യും, പവർ ജനറേറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, എന്നിട്ട് വേറെ സറൗണ്ടിങ്ങിലോട്ട് വീൽസിലോട്ട് കൊടുക്കുന്നു അല്ലേ. അവിടെ എന്താണ് വർക്ക് ഇസ് ഡൺ ബൈ ദി സിസ്റ്റം ആണ്. വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ഈസ് ആൾവേസ് ടേക്കൺ ആസ് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം എന്താണ് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം അതെന്താണ് നെഗറ്റീവാണ്. വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റത്തിലോട്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ വർക്ക് സിസ്റ്റത്തിലോട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നെഗറ്റീവാണ്. അതിന് എക്സാമ്പിൾസ് പറയാമോ? ഇവിടെ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റത്തിന് എക്സാമ്പിൾസ് പറയാമോ? വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റത്തിന് എക്സാമ്പിൾസ് പറയാമോ? കംപ്രസർ കണ്ടിട്ടുണ്ടോ? കംപ്രസർ കണ്ടിട്ടുണ്ടോ? കംപ്രസർ കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടെങ്കിലും ഉണ്ടോ? കംപ്രസറിനകത്ത് നമ്മൾ ചുമ്മാതെ എയർ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്രസ് ആവുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ പവർ കൊടുത്ത് നമ്മൾ അതിനെ പിസ്റ്റൺ വെച്ച് കംപ്രസ് ചെയ്യിക്കണം, എങ്കിൽ മാത്രമേ അത് കംപ്രസ് ആകത്തുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? പണ്ടോടെ പഠിക്കുന്നത് വർക്കിന്റെ യൂണിറ്റ് എന്താണ്? വർക്ക് ഈസിക്കൽ ടു നമ്മൾ പണ്ടത്തെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, അതേപോലെ തന്നെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്തുവാ? മീറ്റർ. ഏതാ? ഓർ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ ജൂളാണ് കേട്ടാ. 1 ജൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ മീറ്റർ ആണ് കേട്ടാ. 1 ജൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? വർക്ക് ഈസിക്കൽ ടു നമ്മൾ പണ്ടോട്ട് പഠിക്കുന്ന വർക്ക് ഈസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇതിന് നമുക്ക് വേറൊരു പേര് കൊടുക്കാം, ജൂൾ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 1 ജൂൾ ഈസിക്കൽ ടു ന്യൂട്ടൺ മീറ്റർ നമുക്ക് പറയാം. ഇതൊക്കെ ബേസാണ്, ബേസ് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി പവർ എന്ന് പറയുന്നത്, പവർ എന്താണ്? പവർ നിങ്ങൾ പണ്ട് തൊട്ടേ പഠി എന്താണ്? പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് അല്ലേ. വാട്ട് എന്ന് വെച്ചാൽ എന്താണ്? ജൂൾ പെർ സെക്കൻഡ് ആണ്. ആണോ? ജൂൾ പെർ സെക്കൻഡ് ആണ് വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് work is done by or upon the system. Rate at which work is done by or upon the system. ഒന്നെങ്കിൽ സിസ്റ്റം ചെയ്യുന്ന വർക്ക് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ സിസ്റ്റത്തിലോട്ട് ചെയ്യുന്ന വർക്ക് പെർ സെക്കൻഡ്. അതിനെയാണ് നമുക്ക് എന്ത് പറയാം? പവർ എന്ന് പറയാം. പവറിൻ്റെ യൂണിറ്റ് ആണ് ജൂൾ, വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്. പെർ സെക്കൻഡ് വരുമ്പോൾ ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അവൻ്റെ അതിനകത്ത് SI യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് മോഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ 2 ടൈപ്പ് ഉണ്ട്. വർക്ക് ട്രാൻസ്ഫർ ഉണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ട്രാൻസ്ഫർ ആണ്. വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേന് ഒരു സിസ്റ്റം വർക്ക് ചെയ്തു എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സോൾ എഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു എ വെയ്റ്റ് ലിഫ്റ്റിംഗ്. ആ ഒരു സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഉണ്ടാക്കുന്ന നെറ്റ് എഫക്റ്റിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം? എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം? നെറ്റ് എഫക്ട് എക്സ്റ്റേണൽ ടു സിസ്റ്റം ക്യാൻ ബി കൺവേർട്ടഡ് ടു ലിഫ്റ്റിംഗ് ഓഫ് വെയിറ്റ്. എങ്കിൽ മാത്രമേ അവിടെ വർക്ക് ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അവർ ബാറ്ററി ഉണ്ട്, ബാറ്ററി മോട്ടർ വഴി ഒരു ഫാൻ കണക്ട് ചെയ്യുന്നു. ഈ ഫാനിനെ റീപ്ലേസ് ചെയ്തിട്ടൊരു പുള്ളി വെക്കുന്നു. പുള്ളിക്കകത്തൊരു എന്ത് വെക്കുന്നു?
പുള്ളിന്ന് ലിഫ്റ്റ് ഒരു വെയിറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിടുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേന് വാട്ട് ഹാപ്പൻ, ആ ഫാനിൻ്റെ എഫക്റ്റ്, ഫാൻ കറങ്ങുന്നതിന് പകരം, ഫാൻ കറങ്ങി അവിടെ എയർ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് പകരം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഹാപ്പൻ ഹിയർ, ഇവിടെ എന്ത് സംഭവിക്കുന്നു, എന്ത് സംഭവിക്കുന്നു, എന്താണ് വെയിറ്റ് ലിഫ്റ്റ് ആവുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം നെഗറ്റീവ് പറഞ്ഞു. യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ് പറഞ്ഞത്, യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ് പറഞ്ഞത്, ജൂൾ ആണ്. ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു. പവർ എന്ന് പറയുമ്പോൾ വാട്ടാണ്, അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമുക്ക് അടുത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് PdV വർക്ക് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക്. എന്താണ് ഫസ്റ്റ് വർക്ക്, ഏതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ഉണ്ട്. ഫസ്റ്റ് വർക്കാണ് PdV വർക്ക് അല്ലെങ്കിൽ എന്താണ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക്. അതൊന്നുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു പിസ്റ്റൺ എടുത്തിട്ടുണ്ട്, ഓക്കെ, ഒരു സിലിണ്ടർ എടുത്തിട്ടുണ്ട്. സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ വെക്കുന്നു. ഇതിനകത്ത് എന്താണ്, ഗ്യാസ് ആണ്. ഓക്കെ, ഇത് പിസ്റ്റൺ റോഡാണ്. ഇതിനകത്തുള്ള ഗ്യാസിൻ്റെ ഇനിഷ്യൽ കണ്ടീഷന് P1ഉം V1ഉം ആണെന്നിരിക്കട്ടെ. ഗ്യാസിൽ ഇനിഷ്യൽ കണ്ടീഷൻ P1 V1 എന്നിരിക്കട്ടെ. ഇപ്പോൾ ഇനിഷ്യലി 1 ഇതാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള ഗ്യാസിൻ്റെ പ്രഷർ ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഗ്യാസിൻ്റെ പ്രഷർ പിസ്റ്റണിൽ ആക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെങ്ങോട്ട് മൂവ് ചെയ്യും, ഇതെങ്ങോട്ട് മൂവ് ചെയ്യും, എങ്ങോട്ട് മൂവ് ചെയ്യും, റൈറ്റ് സൈഡിലോട്ട് മൂവ്. അപ്പോൾ പുതിയ പൊസിഷൻ എങ്ങോട്ട് മാറും, ആണോ? അപ്പോൾ പുതിയ വോളിയം എത്രയും വരും, ഇത്രയും വരത്തില്ലേ പുതിയ വോളിയം, ആണോ? അപ്പോൾ പുതിയ കണ്ടീഷൻ P2 V2 എന്ന് കൊടുക്കാമല്ലോ. പറഞ്ഞ് മനസ്സിലാവും. ഇനിഷ്യലി ഞാൻ ഒരു സിലിണ്ടർ എടുക്കുന്നു. സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റണിനകത്ത് ഞാൻ കുറച്ച് ഗ്യാസ് ഉണ്ട്. അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ P1 V1 ആണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ പ്രഷറുണ്ട്. പിസ്റ്റൺ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മൊത്തം കണ്ടീഷൻസ് മാറുന്നു. P2 V2 ആവുന്നു, അവിടുത്തെ പ്രഷറും വോളിയവും. ഓക്കെ. അപ്പോൾ എത്രയാണ് മൂവ് ചെയ്തത്? ഇനിഷ്യലി പിസ്റ്റൺ ഇവിടെ ആയിരുന്നു, ഇപ്പോൾ പിസ്റ്റൺ ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ എത്രയും ഡിസ്റ്റൻസാണ് മൂവ് ചെയ്തത്? ഇത്രയും ഡിസ്റ്റൻസ്. അത്രയും ഡിസ്റ്റൻസ് അല്ലല്ലോ മൂവ് ചെയ്യുന്നത്, അത്രയും വോളിയം അല്ലേ മൂവ് ചെയ്യുന്നത്, ആണോ? അത്രയും വോളിയം അല്ലേ മൂവ് ചെയ്യുന്നത്, ആണോ? അതെ. ഓക്കെ, ഒരു മിനിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേന് നമ്മുടെ ആ ഇൻഫൈനിറ്റ്ലി സ്മോൾ ഏരിയയിൽ സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അത്രയും ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട വർക്ക് എന്ന് പറയുമ്പോഴത്തേന്
ഡി ഡബ്ല്യു എന്ന് പറഞ്ഞ വർക്ക്, ഏറ്റവും ചെറിയ വർക്ക് ഡി ഡബ്ല്യു ഇസിക്കൽ ടു നമുക്ക് നമ്മളെപ്പോഴും വർക്ക് എങ്ങനെയാണ് പറയുന്നത്? വർക്ക് എങ്ങനെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നല്ലേ പറയുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഫോഴ്സ്, ആ ചെറിയ ഫോഴ്സ് ഇൻറ്റു ആ സമയത്ത് അത്രയും ചെറിയ സമയത്തിനുള്ളിൽ മൂവ് ചെയ്യ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എൽ എന്നിരിക്കട്ടെ. അത്രയും ചെറിയ സമയത്തിനുള്ളിൽ മൂവ് ചെയ്യ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എൽ എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഡി അത്രയും ചെറിയ വർക്ക് എന്ന് പറയുമ്പോൾ ഡി ഡബ്ല്യു ഇസിക്കൽ ടു എഫ് ഇൻറ്റു ഡി എൽ എന്ന് കൊടുക്കാം. ഈ എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എഫിന് പകരം നമുക്ക് കൊടുക്കുന്നത് ഡി ഡബ്ല്യു ഇസിക്കൽ ടു എഫിന് പകരം പി ഇൻറ്റു എ ഇൻറ്റു ഡി എൽ ആണ്. ആണോ? പി ഇൻറ്റു എ ഇൻറ്റു ഡി എൽ. എന്ന് വെച്ചാൽ എന്തുവാ പിള്ളേരെ? എന്ന് വെച്ചാൽ എന്തുവാ? എന്ന് വെച്ചാൽ എന്തുവാ? എന്ന് വെച്ചാൽ എന്തുവാ? എന്ന് വെച്ചാൽ എന്തുവാ? ഏരിയ. ഡി എൽ എന്ന് വെച്ചാൽ എന്തുവാ? അവിടെ മൂവ് ചെയ്ത സ്മോൾ ഡിസ്റ്റൻസ് ആണോ? അപ്പോൾ ഏരിയയും ഡിസ്റ്റൻസിലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഏരിയയും ഡിസ്റ്റൻസിലൂടെ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? വോളിയം. അപ്പോൾ ഡി ഡബ്ല്യു ഇസിക്കൽ ടു പി ഇൻറ്റു ഡി വി എന്ന് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് കിട്ടിയ വർക്ക് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കിനകത്ത് കിട്ടിയ ഡി ഡബ്ല്യു ഇസിക്കൽ ടു പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം എന്നാണ് നമ്മൾ കൊടുക്കുന്നത്, പി ഡി വി. അതുകൊണ്ടാണ് ഇതിനെ പി ഡി വി വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒന്നും കൂടെ പറയാം. ഞാൻ ഈ പറഞ്ഞത് കൺഫ്യൂസിങ് ആയിരിക്കും. ഒന്നുകൂടെ പറയാം. ഇനിഷ്യലി ഞാനൊരു സിലിണ്ടർ എടുക്കുന്നു, സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ കണക്ട് ചെയ്യുന്നു. ഈ പിസ്റ്റൺ ഇനിഷ്യലി 1 എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. ഇതിനകത്ത് എന്തുണ്ട്? എന്തുണ്ട്? ഗ്യാസ് ഉണ്ട്. അതിന് ഇനിഷ്യൽ കണ്ടീഷൻസ് എന്തുവാ? P1ഉം ഇനിഷ്യൽ കണ്ടീഷൻസ് എന്തുവാ? P1ഉം V1ഉം. അതിനുശേഷം എന്താ ഈ പിസ്റ്റൺ ഇതിൻ്റെ പ്രഷർ കൊണ്ടിട്ട് പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഇതിൻ്റെ പ്രഷർ കൊണ്ട് പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? പിസ്റ്റൺ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? 2 എന്ന് പറഞ്ഞ പൊസിഷനോട്ട് മൂവ് ചെയ്യുന്നു. കണ്ടോ? ഇവിടെ എത്തുന്നു. ആണോ? അപ്പോൾ ഇത്രയായിട്ട് മാറത്തില്ല അകത്തെ വോളിയം? ആണോ? V2 ആയിട്ട് മാറത്തില്ലേ? ആണോ? അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് 2 എന്ന് പറഞ്ഞ പൊസിഷനിലോട്ട് എത്തിയില്ലേ നമ്മുടെ പിസ്റ്റൺ? 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് 2 എന്ന് പറഞ്ഞ പൊസിഷനിലോട്ട് എത്തിയില്ലേ നമ്മുടെ സിസ്റ്റം? ഹലോ, കിട്ടിയോ? അപ്പോൾ നമ്മൾ 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് 2 എന്ന് പറഞ്ഞ പൊസിഷനിലോട്ട് എത്തിയപ്പം എത്രമാത്രം വർക്ക് ചെയ്തു എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് 2 എന്ന് പറഞ്ഞ പൊസിഷനിലോട്ട് എത്തിയപ്പം എത്രമാത്രം വർക്ക് ചെയ്തു എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ആണോ? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യം ഒറ്റയടി കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് യാതൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഒരു പിസ്റ്റൺ ഒരു ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. എത്ര ഡിസ്റ്റൻസാണ് മൂവ് ചെയ്യുന്നത്? ഒരു ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. ഡി എൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഡി എൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ചെറിയ വർക്ക് എന്തുമായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡി എൽ എന്ന് കൊടുക്കാമല്ലോ. ഒരു ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. എനിക്ക് 1 to 2 ആണ് എനിക്ക് വേണ്ടത്. പക്ഷേ 1 to 2 എനിക്ക് ഒറ്റയടി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഞാൻ എന്തെടുക്കുന്നത്? ഒരു ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. ഒരു ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ആ ചെറിയ ഡിസ്റ്റൻസ് ഡി എൽ. ഈ ഫോഴ്സ് എന്താണെന്നുള്ളത് അവിടെ നമുക്ക് ആ ഒരു ചെറിയ ഏരിയ എടുക്കുവാണ്. ഫോഴ്സ് ഇസിക്കൽ ടു അവിടുത്തെ പ്രഷർ ഇൻറ്റു അവിടുത്തെ ഏരിയ. അത് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡി ഡബ്ല്യു ഇസിക്കൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡി എൽ എന്ന് കിട്ടി. ആണോ? അപ്പോൾ ഡി ഡബ്ല്യു ഇസിക്കൽ ടു നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി? പി ഇൻറ്റു ഇത് ചേർന്ന ഏരിയ ലെങ്തോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈയിങ് ഏരിയ ആൻഡ് ലെങ്ത്. അപ്പോൾ ഡി വി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ഡി ഡബ്ല്യു ഇസിക്കൽ ടു പി ഡി വി കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ വർക്ക് അല്ലേ?
ഡി ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താണ്? ഡി ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താണ്? ഡി ഡബ്ല്യു എന്ന് വെച്ചാൽ ചെറിയ വർക്കാണ്. നമുക്ക് സത്യത്തിൽ എവിടെ തൊട്ട് എവിടെ വരെയുള്ള വർക്കാണ് വേണ്ടത്? 1 മുതൽ 2 വരെയുള്ള വർക്കാണ് വേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റിംഗ് 1 to 2 ഡി ഡബ്ല്യു ഈസിക്കൽ ടു ഇൻ്റഗ്രേറ്റിംഗ് V1 to V2 അല്ലേ വോളിയം ചേഞ്ച് ചെയ്യുന്നത്? ഡി വി അല്ലേ ഇവിടുത്തെ ഡിഫറൻഷ്യൽ. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? ഇൻ്റഗ്രേറ്റിംഗ് V1 to V2 പിന്നെ എന്ത് കൊടുക്കണം? പി ഡി വി കൊടുക്കണം. ആണോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് 1 to 2 ഈസിക്കൽ ടു ഇൻ്റഗ്രൽ V1 to V2 പി ഡി. കണ്ടോ? വർക്ക് ട്രാൻസ്ഫർ ഇക്വേഷൻ കിട്ടി. കണ്ടോ? വർക്ക് ട്രാൻസ്ഫർ വെൻ ദ സിസ്റ്റം മൂവ്സ് ഫ്രം പോയിന്റ് 1 to പോയിന്റ് 2 ഈസിക്കൽ ടു ഇൻ്റഗ്രൽ V1 to V2 പി ഡി വി കിട്ടി. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ക്ലിയർ ആണോ ഈ പറഞ്ഞത്? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.